Hi all, welcome to the online session of Environmental Science and Disaster Management. We are going to start our last module, Environmental Hazards and Disaster. Meaning of environmental hazard and disaster. What is hazard? Hazard is a phenomena that pose a threat to people, structures or economic asset and which may cause a disaster. കാരണം ഒരു ഡിസാസ്റ്ററിന് കാരണമാവുന്ന ഒരു ഇവൻ്റ് മനുഷ്യരെ ഇതാവാം അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് എക്കണോമിക് അസറ്റിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഫിനോമിനയാണ് ഹസാർഡ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറൽ ഹസാർഡ് ഉണ്ട്, മാൻമെയ്ഡ് ഹസാർഡ് ഉണ്ട്. ഡിസാസ്റ്റർ എന്താ? ദ ഒക്കറൻസ് ഓഫ് എ സഡൻ ഓർ മേജർ മിസ്ഫോർച്യൂൺ ദാറ്റ് ഡിസ്ട്രപ്റ്റ് ദ ബേസിക് ഫാബ്രിക് ആൻഡ് നോർമൽ ഫങ്ഷനിങ് ഓഫ് എ സൊസൈറ്റി. ഒരു റുട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നോർമൽ ഫങ്ഷനിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയെ അതിന് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ അതിലെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇവൻറ്റിനെയാണ് അല്ലെങ്കിൽ ഒരു സഡൻ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഹസാർഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ ഹസാർഡ്സും മാൻമെയ്ഡ് ഹസാർഡ്സും. ഹസാർഡിനെ വേറൊരു ഡെഫിനിഷൻ പറഞ്ഞതിൽ ഹസാർഡ് ഈസ് ഡിഫൈൻഡ് ആസ് പെർസീവ്ഡ് നാച്ചുറൽ ഇവൻറ്റ് വിച്ച് ത്രെട്ടൻ ബോത്ത് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ലൈഫിനെയും പ്രോപ്പർട്ടിയെയും ഭീഷണിയാവുന്ന ഒരു നാച്ചുറൽ ഇവൻറ്റിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റിനെയാണ് ഹസാർഡ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിളാണ് എർത്തുകേക്ക്, സുനാമി, വോൾക്കാനിക് എറപ്ഷൻ, ഇതുപോലത്തെ ഇത്. പിന്നെ സോഷ്യോ നാച്ചുറൽ ഹസാർഡ്സിന് എക്സാമ്പിളാണ് ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, ഡ്രോട്ട്, ഫയേഴ്സ്. സോഷ്യോ നാച്ചുറൽ എന്ന് പറയാൻ പ്രകൃതിദത്തം മാത്രം അല്ല, നമ്മുടെ മനുഷ്യ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കൂടെ ഒരു പങ്ക് അതിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഡ്രെയിനേജുകൾ ബ്ലോക്കായി കാരണം ഫ്ലഡിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സോഷ്യോ നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് നാച്ചുറൽ ഹസാർഡ്സ് 3 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെറ്റീരിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ വിൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ്സാണ്. ഹറിക്കെയിൻ, അത് ആഴക്കടലിൽ അല്ലെങ്കിൽ ഉൾക്കടലിലുണ്ടാവുന്ന ഒരു തരം കാറ്റാണ്. ട്രോപ്പിക്കൽ സ്റ്റോംസ്, അതും കാറ്റ് തന്നെയാണ്. ടൈഫൂൺസ്, ടൊർണാഡോ, ഇതൊക്കെ പല ചുഴലിക്കാറ്റ് പോലത്തെ അതിൻ്റെ പല വകഭേദങ്ങളാണ്. സ്നോ ആൻഡ് ഐസ് സ്റ്റോം, മഞ്ഞ് വീഴ്ചകളും അതുപോലെ ഐസ് സ്റ്റോമുകൾ, ഇതുപോലെ തണ്ടർ സ്റ്റോം, ഇടി വെട്ടി മഴ പെയ്യുന്ന അവസ്ഥ. ജിയോളജിക്കൽ കാരണങ്ങളാണ്, ജിയോളജിക്കലായിട്ടുള്ള ഹസാർഡ്സുകളാണ് എർത്തുകേക്ക്, വോൾക്കാനോ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതം, സുനാമി ആൻഡ് ലാൻഡ് സ്ലൈഡ്, സബ്സിഡൻസ്. ഹൈഡ്രോളജിക്കൽ ഫ്ലഡ്, ഡ്രോട്ട്, വൈൽഡ് ഫെയർ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഫെയർ. പിന്നെ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയറൈറ്റ്സ് എന്നാൽ ഉൽക്കാപതനം, അതാണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ വരുന്നത്. മാൻമെയ്ഡ് ഹസാർഡ് ഇതിൻ്റെ കാരണങ്ങളാൽ ഉണ്ടാവുന്നതാണ്. എക്സ്പ്ലോഷൻസ്, ലീക്കേജ് ഓഫ് ടോക്സിക് വേസ്റ്റ്, പൊല്യൂഷൻ, ഡാം ഫെയിലിയർ, വാർസ്, അങ്ങനെ യുദ്ധങ്ങൾ, ഇതുപോലെ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ നിർമ്മിതമായിട്ട് പല കാരണങ്ങൾ മാൻമെയ്ഡ് ഹസാർഡ്സ് ഉണ്ടാവാം. മാൻമെയ്ഡ് ഹസാർഡിനെ രണ്ടായിട്ട് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ടെക്നോളജിക്കൽ ഹസാർഡ്സ് ആൻഡ് ടെററിസം. ടെക്നോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് കാരണം ഉണ്ടാവുന്ന എന്താണ് പുവർ പ്ലാനിങ് അല്ലെങ്കിൽ ഫോൾട്ടി എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ബാഡ് വെതർ, സം അതർ മിസ്ഹാപ്പ്, ഇതൊക്കെ കാരണത്താൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ടെക്നോളജിക്കൽ ഹസാർഡ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ മാൻമെയ്ഡ് ഹസാർഡാണ് ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ 2 സ്റ്റേറ്റുകൾ തമ്മിൽ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് അല്ലെങ്കിൽ റിലീജിയസ് മിഷൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള ഒരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് അല്ലെങ്കിൽ ഒരു മിസ്ഗൈഡഡ് ഇതിൻ്റെ പേരിലുണ്ടാവുന്നതാണ് ടെററിസം എന്നുള്ളത്. അപ്പോൾ ഇതൊരു മാൻമെയ്ഡ് ഹസാർഡാണ്. ഇനി ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ, അതിൻ്റെ കാരണങ്ങൾ വെച്ച് എൻ്റെ സോഴ്സ് നാച്ചുറൽ ഡിസാസ്റ്ററും മാൻമെയ്ഡ് ഡിസാസ്റ്ററും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പീഡിൻ്റെ ബേസിൽ സ്പീഡ് ഓഫ് ഓൺസെറ്റ്, സഡൻ ആൻഡ് സ്ലോ. നമുക്ക് നോക്കാം. നാച്ചുറൽ ഡിസാസ്റ്ററിൽ 3 കാറ്റഗറി ഉണ്ട്: വിൻഡ് റിലേറ്റഡ്, വാട്ടർ റിലേറ്റഡ്, എർത്ത് റിലേറ്റഡ്. വിൻഡ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ
അതിൽ സ്റ്റോം, സൈക്ലോൺ, ടൊർണാഡോ, സ്റ്റോം സർജ് ആൻഡ് ടൈഡൽ വേവ്സ്. ടൈഡൽ വേവ്സ് എന്ന് പറഞ്ഞാൽ വേലിയേറ്റ, വേലിയിറക്ക. വാട്ടർ റിലേറ്റഡ് ഫ്ലഡ്, ക്ലൗഡ് ബേസ്റ്റ്, ഫ്ലാഷ് ഫ്ലഡ്, എക്സസീവ് റെയിൻസ്, ഡ്രോട്ട്. ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ മേഘവിസ്ഫോടനം, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് പെട്ടെന്നുള്ള അതിശക്തമായ മഴ. എർത്ത് റിലേറ്റഡ് എർത്ത് കേക്ക്, സുനാമി, അവലാഞ്ചെ, ലാൻഡ് സ്ലൈഡ്, വോൾക്കാനിക് എറപ്ഷൻ. അവലാഞ്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് പ്രവാഹം. മാൻമെയ്ഡ് ഡിസാസ്റ്ററിൽ വരുന്നതാണ് ആക്സിഡൻറ്റിൽ റോഡ്, റെയിൽ, എയർ, സീ ഇതൊക്കെ ഉണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ. പിന്നെ ബിൽഡിംഗ് കൊളാപ്സ്. ഇൻഡസ്ട്രിയൽ മിസ്ഹാപ്പിൽ ഗ്യാസ് ലീക്ക്, എക്സ്പ്ലോഷൻ, സബോട്ടേജ്, സേഫ്റ്റി. സബോട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അട്ടിമറി സാധ്യത, ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ അട്ടിമറി സാധ്യത നമ്മൾ പറയാറ്, അട്ടിമറി ഇതിനെയാണ് പറയുന്നത്. ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ്, കോൾ, ഓയിൽ ഇതിലൊക്കെ ബാധിക്കാം. ഫോറസ്റ്റ് ഫയർ നമുക്കറിയാം. പിന്നെ കണ്ടാമിനേഷൻ ഓർ പോയ്സണിങ്, ഫുഡ്, വാട്ടർ, എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു പകരുന്ന സാംക്രമിക രോഗങ്ങളുള്ള രോഗമാണ്. ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, ഇക്കോളജിക്കൽ പൊല്യൂഷൻ, നമ്മൾ എല്ലാ പൊല്യൂഷൻസും പഠിച്ചതിൽ എയർ, വാട്ടർ, നോയ്സ്, അതുപോലെ സോയിൽ ഡീഗ്രേഡിങ്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഗ്ലോബൽ വാർമിംഗ്, സീ ലെവൽ റൈസ്, ടോക്സിക് വേസ്റ്റ്, ന്യൂക്ലിയർ ആക്സിഡൻറ്റ്, ഇതെല്ലാം ഇക്കോളജിക്കൽ പൊല്യൂഷനിൽ വരുന്നതാണ്. പിന്നെ വാർഫെയർ, കൺവെൻഷണൽ, കെമിക്കൽ ആൻഡ് ന്യൂക്ലിയർ വാർഫെയർസ്. സ്പീഡ് ഓഫ് ഓൺസെറ്റ്, സഡൻ ഓൺസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആണ്, ഒരു വാണിങ്ങും ഇല്ലാതെ വളരെ കുറഞ്ഞ സമയത്തിൽ ഇതാവുന്ന എർത്ത് കേക്ക്, സുനാമി, സൈക്ലോൺ, വോൾക്കാനോ ഇതുപോലത്തെ ഇതിനെയാണ് സഡൻ ഓൺസെറ്റ് എന്ന് പറയുന്നത്. സ്ലോ ഓൺസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെവലപ്പ് ചെയ്യും, പിന്നെ അതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഫസ്റ്റ് സിറ്റുവേഷൻ ഡെവലപ്സ്, ദെൻ സെക്കൻഡ് ലെവൽ ഇറ്റ് ഈസ് ആൻ എമർജൻസി, തേർഡ് ലെവൽ ഈസ് എ ഡിസാസ്റ്റർ. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൂടി വരികയാണ്. അതിന് എക്സാമ്പിളാണ് ഡ്രോട്ട്, സിവിൽ സ്ട്രൈഫ്, എപ്പിഡമിക്. ഇപ്പോൾ വരൾച്ച ഒറ്റയടിക്ക് ഉണ്ടാവുന്നതല്ല, അത് ഇങ്ങനെ വെള്ളം ലഭ്യത നമുക്ക് അതിൻ്റെ വാണിംഗ് ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ എപ്പിഡമിക്, ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് ഒരു എപ്പിഡമിക് ഡിസീസാണ്. അപ്പോൾ അതിൻ്റെ ഇത് കണ്ടു എത്തിയപ്പോൾ അതിന് നമുക്കത് പെട്ടെന്ന് സ്പ്രെഡ് ഉണ്ടെങ്കിലും അതിന് കുറേ മുൻകരുതലുകളും എല്ലാം എടുക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടി. ചിലർക്ക് അതിൽ നന്നായിട്ട് വിജയിച്ചു, ചിലർക്ക് ചില വീഴ്ചകൾ പറ്റി. ഇനി കുറച്ച് ഡെഫിനിഷൻ. എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അടിയന്തരാവസ്ഥ. ഈ ഹസാർഡ്സോ ഡിസാസ്റ്ററുകളോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ടൈപ്പ് എമർജൻസികൾ ആ രാജ്യത്തെ ഇവർ പ്രഖ്യാപിക്കും. സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇപ്പോൾ എപ്പിഡമിക് ഡിസീസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ആരോഗ്യ അടിയന്തരാവസ്ഥ പല ഇതിലും പ്രഖ്യാപിക്കാറുണ്ട്. അതുപോലെ മിറ്റിഗേഷൻ പ്രോസസ്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർമനൻറ്റ് റിഡക്ഷൻ ഓഫ് എ റിസ്ക് ഓഫ് എ ഡിസാസ്റ്റർ. എന്നാൽ അതിൻ്റെ ശക്തി അല്ലെങ്കിൽ ലഘൂകരിക്കുക, അതിൻ്റെ ആ ഇത് കുറക്കുക എന്നുള്ള പ്രോസസ്സിനെ നമ്മൾ മിറ്റിഗേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രിപ്പയർഡ്നെസ്, നമ്മൾ ഇത് എങ്ങനെയാണ് അതിനെ ഇതാക്കുക എന്നുള്ളതാണ്. പ്രിപ്പയർഡ്നെസ് ആർ ദ മെഷേഴ്സ് ദാറ്റ് എൻഷ്യൂർസ് ദ ഓർഗനൈസ്ഡ് മൊബിലൈസേഷൻ ഓഫ് പേഴ്സണൽ, ഫണ്ട്സ്, എക്യുപ്മെൻറ്റ്സ് ആൻഡ് സപ്ലൈസ് വിത്തിൻ എ സേഫ് എൻവയോൺമെൻറ്റ് ഫോർ എ എഫക്റ്റീവ് റിലീഫ്. നമ്മൾ എങ്ങനെ അത് നേരിടുന്നുള്ള, അതിൽ എന്തൊക്കെ വേണോ, ഫണ്ട്, എക്യുപ്മെൻറ്റ്സ്, സപ്ലൈസ്, വോളണ്ടിയേഴ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് കറക്റ്റ് ഓർഡറിൽ, അതാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. Vulnerability is the degree of loss of resulting from a potentially damaging phenomenon. നമുക്ക് എത്രത്തോളം അതിൻ്റെ ആഘാതം ഉണ്ടാവും എന്നുള്ളത്, അതിൻ്റെ എത്ര നഷ്ടം ഉണ്ടാകുന്ന ആ ഒരു വൾണറബിലിറ്റിയിലേക്ക് പോവാതെ ഇരിക്കാനുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ വൾണറബിൾ എന്ന് പറയാം. ഇറ്റ് ഈസ് എ സസെപ്റ്റിബിലിറ്റി ഓഫ് എ പോപ്പുലേഷൻ ഓഫ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇവൻറ്റ്. Vulnerability is also associated with the degree of possible or potential loss from a risk that result from a hazard at a given intensity. നമുക്ക് അതിൻ്റെ യഥാർത്ഥ ശക്തിയിൽ നിന്നും നമുക്കത് കുറയ്ക്കാനുള്ള ആ വൾണറബിൾ ആവാതെ നോക്കാൻ ശ്രദ്ധിക്കണം. ഇനി റിസ്ക് ഈസ് ദ എക്സ്പെക്റ്റഡ് ലോസ്. കാരണം നമുക്ക് എത്രത്തോളം നഷ്ടം വരുന്നുള്ള ഒരു കാൽക്കുലേഷനാണ്. അതിൽ മനുഷ്യനഷ്ടം, പരിക്ക്, ഡാമേജസ് ടു പ്രോപ്പർട്ടി ആൻഡ് ഡിസ്ട്രപ്ഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി,
ഡ്യൂ ടു എ പെർട്ടിക്കുലർ ഹസാർഡ്. റിസ്ക് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹസാർഡ് ആൻഡ് വൾണറബിലിറ്റി. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹസാർഡിൻ്റെയും വൾണറബിലിറ്റിയുടെയും പ്രൊഡക്റ്റാണ്. റിസ്ക് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ പേഴ്സൺ വിൽ എക്സ്പീരിയൻസ് ആൻ ഇവൻറ്റ് ഇൻ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഇതിനാണ് നമ്മൾ റിസ്ക് സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഹസാർഡ് ഇൻറ്റു വൾണറബിലിറ്റി. ഇനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റർ. എന്താണ് ഹസാർഡും ഡിസാസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ്? ഹസാർഡ് ഈസ് എ നാച്ചുറൽ ഇവൻറ്റ് വൈൽ ഡിസാസ്റ്റർ ഈസ് ഇറ്റ്സ് കോൺസിക്വൻസ്. ശരിക്കും ഹസാർഡാണ് നടക്കുന്നത്. ഹസാർഡ് കാരണം ഹസാർഡിൻ്റെ പരിണിത ഫലമാണ് ഡിസാസ്റ്ററായിട്ട് പരിണമിക്കുന്നത്. ഹസാർഡ് ഈസ് പെർസീവ്ഡ് എ നാച്ചുറൽ ഇവൻറ്റ്സ് വിച്ച് ത്രെട്ടൻ ബോത്ത് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. എ ഡിസാസ്റ്റർ ഈസ് ദ കുൾമിനേഷൻ ഓഫ് സച്ച് ഹസാർഡ്. ഹസാർഡ് ലൈഫിനെയും പ്രോപ്പർട്ടിയെയും ബാധിക്കും. അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. കുൾമിനേഷൻ എന്ന് പറഞ്ഞാൽ മൂർധന്യാവസ്ഥ. എ ഹസാർഡ് ഈസ് എ പൊട്ടൻഷ്യൽ ഫോർ എ ഡിസാസ്റ്റർ. കാരണം ഡിസാസ്റ്ററിലേക്ക് നയിക്കുന്നത് എന്താണ്? ഹസാർഡാണ്. Disaster are extreme events which cause great loss of life and property and create severe disruption to human activity. ഡിസാസ്റ്ററാണ് ശരിക്ക് സിവിയറായിട്ട് അല്ലെങ്കിൽ കൂടുതൽ മനുഷ്യരെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയെ ബാധിക്കുന്നത്. ചില ഹസാർഡുകൾ മനുഷ്യന് അത്രത്തോളം ഇതയില്ല. അതിന് എക്സാമ്പിളാണ് ഹറിക്കെയിൻ. അപ്പോൾ ഉൾക്കടലിലുണ്ടാകുന്ന ഒരു കാറ്റ്. അപ്പോൾ കാര്യമായിട്ട് നമ്മളവിടെ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ മനുഷ്യോ ഒന്നുമില്ല. അപ്പോൾ നമ്മളത്ര ബാധിക്കില്ല. നാച്ചുറൽ ഹസാർഡ് പ്ലസ് ഹ്യൂമൻ എൻവയോൺമെൻറ്റ് ഈക്വൽ ടു ഡിസാസ്റ്റർ. നാച്ചുറൽ ഹസാർഡും അവിടെ മനുഷ്യ ഏരിയയിലാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ഡിസാസ്റ്ററായിട്ട് പരിണമിക്കുന്നു. നേരത്തെ പറഞ്ഞ ഹറിക്കെയിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇത് നോക്കാം. ഫസ്റ്റ് വൺ, എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്ക് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് നാച്ചുറൽ ഹസാർഡ്. ദേ മേ ഒക്കർ അറ്റ് എനി ടൈം ഓഫ് ദ ഇയർ, ഡേ ഓർ നൈറ്റ്, വിത്ത് സഡൻ ഇമ്പാക്റ്റ് ആൻഡ് ലിറ്റിൽ വാർണിംഗ്. കാരണം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഏത് സമയത്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു പ്രോസസ്സാണ് എർത്ത് ക്വേക്ക്. ഭൂകമ്പം നമ്മൾ കേട്ടിട്ടുണ്ട്. പല ഗുജറാത്തിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ സംഭവിച്ച കുറേ ഇത് നമ്മളെ ഓർമ്മയിലുണ്ട്. They can destroy building and infrastructure in second, killing or injuring inhabitants. Earthquake not only destroy the entire habitation but may destabilize the government, economy and social structure of the country. നമ്മളെ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ മനുഷ്യനഷ്ടം മാത്രമല്ല ഉണ്ടാവുക, ഗവൺമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള എക്കണോമി അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചർ തന്നെ തകരാൻ കാരണമാവും. എന്താണ് എർത്ത് ക്വേക്ക് ഈസ് എ സഡൻ വൈബ്രേഷൻ കോസ്ഡ് ഓൺ എർത്ത് സർഫേസ് വിത്ത് ദ sudden release of tremendous energy stored in rocks under the earth crust. എർത്ത് ക്രസ്റ്റിൻ്റെ താഴെ ടെക്ടോണിക് പ്ലേറ്റുകളുണ്ട്. ആ ടെക്ടോണിക് പ്ലേറ്റുകൾ മൂവ് ചെയ്യുന്ന അതിൽ ധാരാളം എർത്ത് റോക്കുകൾ അടങ്ങിയ സംഭവമാണ്. അതിൽ കുറേ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ ട്രമൻഡസ് എനർജി പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ് ആ സമയത്തുണ്ടാകുന്ന വൈബ്രേഷൻ കാരണമാണ് ഈ എർത്ത് ക്വേക്ക് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ മൂവ് ചെയ്യുമ്പം അത് കൂട്ടിമുട്ടി ആണ് അതിൻ്റെ ശരിക്കും കൂട്ടിമുട്ടിയിട്ട് ഇംബാലൻസ്ഡ് സംഭവത്തെ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു എക്സ്പ്ലോഷൻ പോലെയാണ് എർത്ത് ക്വേക്ക് പുറത്തേക്ക് ഫീൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ സഡൻ ഷേക്കിംഗ് ഓഫ് ദ എർത്ത് ക്രസ്റ്റ്. പെട്ടെന്നുള്ള ഷേക്കിംഗ് ആണ് എർത്ത് ക്രസ്റ്റിൻ്റെ. ദ ഇമ്പാക്റ്റ് ഓഫ് എർത്ത് ക്വേക്ക് is sudden and there are hardly any warning, making impossible to predict. എന്തൊക്കെയാണ് എർത്ത് ക്വേക്കിൻ്റെ കാരണങ്ങൾ? ഡിസ്ഇക്വിലിബ്രിയം ഇൻ എനി പാർട്ട് ഓഫ് ദ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡിസ്ഇക്വിലിബ്രിയം സ്റ്റേബിൾ അല്ലാതെ നിൽക്കുകയാണെങ്കിൽ. അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ മൈനിങ് നടത്തി അവിടെ വെച്ച് ടെസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ധാരാളം എനർജി റിലീസാകുമ്പോൾ അത് പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസി. ഡിക്രീസ് ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറയാൻ നമ്മൾ ഇഷ്ടംപോലെ വെള്ളം ഗ്രൗണ്ട് വാട്ടർ നമ്മൾ ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബോർവെൽ അടിച്ചിട്ടും ഭൂമിക്ക് ധാരാളം സുഷിരങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബോർവെൽ അടിക്കുന്നതോടുകൂടെ.
അപ്പോൾ ആ വാട്ടറും പാറയും ഇങ്ങനെ ലെയറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവ് മൂലം അവിടെ ഹോളോ അല്ലെങ്കിൽ ക്യാവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ വെള്ളം അതിൽ വേണം ലെയറായിട്ട് കിടക്കാൻ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് കാരണം എർത്തുകേക്ക് സംഭവിക്കാനുള്ളൊരു കാരണമാണ്. ഇനി അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് അല്ലെങ്കിൽ കോൺസിക്വൻസ് ഓഫ് എർത്തുകേക്ക്. എന്തൊക്കെയാണ് എർത്തുകേക്കിൻ്റെ പരിണിത ഫലങ്ങൾ? ഡാമേജ് ദ സെറ്റിൽമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. നമുക്കറിയാം, സെറ്റിൽമെൻറ്റുകൾ നഷ്ടപ്പെടും, അതുപോലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഫുള്ള് അവതാളത്തിലാവും, റോഡ്, റെയിൽ, എല്ലാ മാർഗങ്ങളും. കൊളാപ്സസ് ഹൗസസ് ആൻഡ് ദർ സ്ട്രക്ചേഴ്സ്. ഡിഫോർമേഷൻ ഓഫ് ഗ്രൗണ്ട് സർഫസ്. പിന്നെ സുനാമിയിലേക്ക് നയിക്കും. സുമാത്രയിലുണ്ടായ അവിടെ ഉണ്ടായ സുനാമി ഇന്തോനേഷ്യയിൽ സംഭവിച്ച് അത് എർത്തുകേക്ക് അത് പിന്നെ സുനാമിയായിട്ട് മാറുകയായിരുന്നു. ഇനി എർത്തുകേക്ക് ഹസാർഡ് മിറ്റിഗേഷൻ. ഇതെങ്ങനെയാണ് നമ്മളതിൻ്റെ മിറ്റിഗേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ലഘൂകരിക്കാനുള്ള ഇത് നടത്തുക എന്നുള്ളത്. കാരണം ഒരു മുന്നറിയിപ്പും ഇല്ലാത്ത. അപ്പോൾ നമ്മൾ എർത്തുകേക്ക് മോണിറ്ററിങ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ സീസ്മോളജിക്കൽ സെൻറ്റേഴ്സ് സ്ഥാപിക്കുക. കാരണം എപ്പോഴാണ് റിക്ടർ സ്കെയിലിൽ ഇത് മോണിറ്റർ ചെയ്യാനുള്ളത്, കാരണം എപ്പോഴാണ് അല്ലെങ്കിൽ നമ്മളെ ഏരിയ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഇതായിട്ടുള്ള എർത്തുകേക്കിന് സാധ്യതകളുള്ള സ്ഥലങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ഇവിടെ നടക്കുന്ന സ്റ്റഡികൾ ഉപയോഗിക്കും. പിന്നെ GPS ജിയോഗ്രഫിക്കൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ് ശരിക്ക് മോണിറ്റർ ചെയ്യുക. പിന്നെ വൾണറബിലിറ്റി മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. എവിടെയൊക്കെയാണ് കൂടുതൽ ഇതിന് ചാൻസ് ഉള്ള സ്ഥലങ്ങളെന്ന് കണ്ടെത്തി അവിടെ വലിയ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളൊന്നും സ്ഥാപിക്കാതിരിക്കുക. കാരണം എക്കണോമിക് നഷ്ടവും ആൾനഷ്ടവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ എർത്തുകേക്കിന് ഇതായിട്ടുള്ള ഡിസൈനുകൾ നമ്മൾ എന്ത് ചെയ്യുക, അധികം വെയിറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ വൈബ്രേഷൻ അബ്സോർബ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ രീതികൾ, ടെക്നോളജീസ് എല്ലാം യൂസ് ചെയ്യാം ഈ വൾണറബിൾ ഏരിയാസിൽ. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.